അപ്പൊ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹലും കയ്യേറാൻ പോവുകയാണ്. താജ്മഹലിന്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് എന്തുണ്ട്? അതിന്റെ അകത്താണ് നമ്മുടെ ശിവന്റെ ലിംഗം ഇരിക്കുന്നത് എന്നുള്ളതാ. ഇന്ത്യയിലുള്ള പള്ളികൾക്ക് അടിയിൽ മാത്രമാണ് ഈ ലിംഗം പൊന്തി വരിക. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോ RSS ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. RSS എന്ന് പറയാൻ കഴിയില്ല, ഇവർക്കൊക്കെ തീവ്ര മനോഭാവമുള്ള ഒരു സംഘടന ഉണ്ടാവും, ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. അതങ്ങനെയാണ്. അപ്പൊ അത്തരം സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് കാലം ഒരുപാടായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും കൈകലാകണം, അതിനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, ഇപ്പൊ 10-15 വർഷം മുമ്പുള്ള യൂട്യൂബ് വീഡിയോസ് അടക്കമുണ്ട്. നിങ്ങൾ താജ്മഹൽ ശിവക്ഷേത്രം എന്നൊക്കെ അടിച്ചു കൊടുത്ത യൂട്യൂബിൽ ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, അപ്പൊ എത്ര കാലമായിട്ട് യൂട്യൂബ് തുടങ്ങിയ കാലം മുതലേ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ആദ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ശിവക്ഷേത്രമാണ്, അതിന്റെ മുകളിലാണ് താജ്മഹൽ ഇരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ വാദം. അത് നമുക്ക് പൊളിച്ചു കൊടുക്കാം. രണ്ടാമത്തെ വാദം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ